കുട്ടി അംഗങ്ങളെല്ലാം സീൻ്റെ പള്ളിക്ക് വരിക. അമ്മയിലല്ലാത്തവർ ആരും ദയവിത് ഇരിക്കരുത്. ചൂടുണ്ട്. 400 ചില്ലാനം ആളുകൾ നമ്മുടെ സംഘടനയിലുണ്ട്. അതിൻ്റെ പകുതിയിലും കൂടുതൽ ആളുകൾ ഇന്നിവിടെ വന്നിരുന്നു. ഒരു 12 പേർക്ക് നമ്മൾ കൈനീട്ടം പുതിയതായിട്ട് 11 പേർക്ക് കൈനീട്ടം നമ്മളിന്ന് പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നു 112 പേർക്ക് ഇപ്പോൾ നമ്മൾ 5000 രൂപ വെച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അസുഖം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ 1 ലക്ഷം രൂപയായിരുന്നു. ഇപ്പം ഇൻഷുറൻസ് അത് 2 ലക്ഷം ആക്കിയിട്ടുണ്ട്. ആ 2 ലക്ഷം ആക്കി എന്ന് പറയുമ്പോഴും അതിൻ്റെ ഇൻഷുറൻസ് തുകയൊക്കെ അമ്മ തന്നെയാണ് അതും മുടക്കുന്നത്. പ്രത്യേകിച്ച് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. അത്യാവശ്യം കുറച്ചാളുകളൊക്കെ വളരെ നന്നായി ജീവിക്കുന്നവരുണ്ടാവാം, പണങ്ങൾ കുറവുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ടാവാം. നമ്മൾ പുറമേ നിന്നൊരാൾ കാണുമ്പോൾ, ആൾക്കാർ കാണുമ്പോൾ സിനിമാ നടൻ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ ഒരുപാട്. പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ ഒരു കാര്യം ചിലപ്പോൾ തോന്നിയാക്കാം. നമ്മളൊരു സിനിമാ നടനല്ലാതെ മാറി നിൽക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് സിനിമയിൽ അഭിനയിക്കാറില്ല. കാരണം നിങ്ങൾക്കറിയാം എൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് അവർക്ക് നമ്മളെ പറ്റി മനസ്സിലാക്കുക, അവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ അടുക്ക് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയാം. രാഷ്ട്രീയ പാർട്ടി ആരാണെങ്കിലും നമ്മൾ അവിടുത്തെ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു, അത് ചെയ്തു. ഇതുപോലെ തന്നെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ. ഇപ്പോഴാണ് ഞാനൊരു അസുഖബാധിതനായപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നാനുള്ളൊരു കാരണം എന്നൊരു പക്ഷെ തോന്നിയേക്കാം. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗമുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിന് പല ആളുകൾക്കും ബ്ലോക്ക്, അതുപോലെ കിഡ്നി, ഡയാലിസിസ്, ഇതിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ താലൂക്ക് ആശുപത്രികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ ആശ്രയിച്ചാണ് ജനങ്ങൾ. ഭയങ്കര കാശാണ് ഈ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ. കാരണം ഞാൻ പോകുന്നതാണ് ഇവിടെയൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വെറുതെ വിളിച്ചു കൂവി നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ എല്ലാവരും, അതുകൂടാതെ ഇന്ന് അപ്പം ഞങ്ങൾ ഇന്നലെ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ അതിനെ പറ്റിയിട്ട് ഞങ്ങളൊരു ആലോചന യോഗം ചെറുതായിട്ടുണ്ടായി. നമ്മുടെ ജനറൽ ബോഡിയിൽ അത് അവതരിപ്പിച്ചതിന് ശേഷം അവരെല്ലാവരും അത് ശരി, അത് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്നും നമ്മൾ ഇന്നലെ ആലോചിച്ചു. അതിന്ന് നമ്മുടെ ഈ ജനറൽ ബോഡിയിൽ നമ്മൾ അവതരിപ്പിച്ചു. വേറൊന്നുമില്ല, നമ്മളൊരു ക്യാൻസറിൻ്റെ രോഗനിർണയം, അതിനുവേണ്ടി ഒരു വണ്ടി, അതിൻ്റെ അകത്ത് മാമോഗ്രാം യൂണിറ്റ്, അത് 1 വേണോ 2 വേണോ നമുക്കറിയാം. എന്തായാലും ഒരു വലിയ വണ്ടി, അതുപോലെ തന്നെ ഒരു ചെറിയ വണ്ടി, അത്യാവശ്യം ഡോക്ടർമാര് നഴ്സുമാര് അതിൻ്റെ കൂടെ കൊണ്ടുപോകാവുന്ന വിധത്തിൽ. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള സ്ഥലങ്ങളിൽ, എനിക്ക് തോന്നുന്നത് എറണാകുളം അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങനെയുള്ള സെൻട്രൽ സ്ഥലത്തല്ല നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്, ഗ്രാമപ്രദേശങ്ങളിലാണ്.
നമ്മുടെ നാട്ടിലൊക്കെ ഒരിക്കലും ഒരു മാമോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ പണം കൊടുത്തത് ചെയ്യാൻ വേണ്ടി പോവില്ല. വേദനയും കാര്യങ്ങളൊക്കെ അവർക്ക് ബ്രസ്റ്റിൽ വരുമ്പോഴാണ് അവർ ചെന്ന് കഴിയുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് അത് സ്പ്രെഡായിരിക്കും, ഇങ്ങനെയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ രോഗം മൂർച്ഛിച്ചു, പിന്നീട് അവർ മരണത്തിലേക്ക് വഴുതി പോവുക. നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ എന്ന് വെച്ചാൽ മരുന്ന് ചെയ്ത് ഇതൊക്കെ മാറ്റാൻ പറ്റും എന്ന് പല വിദഗ്ധരായ ഡോക്ടർമാർ, അമേരിക്കയിലുള്ളവരും ഇവിടെയുള്ളവരും, ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ഗംഗാധരൻ, അദ്ദേഹം എൻ്റെ അടുക്ക് കഴിഞ്ഞ വർഷം വരെ പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ നടത്തി പണമുണ്ടാക്കി ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സഞ്ചരിക്കുന്ന ഒരു വണ്ടി ഏർപ്പെടുത്തുന്നു, അതിൽ ഡോക്ടറെ വെക്കുന്നു, അതിൽ നഴ്സ്, ഇത് എത്രത്തോളം വരും. അതുപോലെ തന്നെ ഡയാലിസിസ് അങ്ങനെ ചെയ്ത് ഓടി പോകാൻ പറ്റുന്ന കാര്യമല്ല, കാരണം കുറേ ദിവസം വേണ്ട വരും. അപ്പൊ ഡയാലിസിസിനുള്ള മെഷീൻ വേണമെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും അതിന് സമ്മതിച്ചിരിക്കുകയാണ്. കൊണ്ടുപോയി അവർക്ക് അതിന്റെ റിസൾട്ട് കൊടുക്കും. എല്ലാം ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. നമുക്ക് ആ സമയത്ത് അന്നത്തെ അവിടെയുള്ള സ്ഥലങ്ങളിലെ മറ്റു ക്ലബ്ബുകാര് അല്ലെങ്കിൽ അവിടെയുള്ള നല്ല നല്ല ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴൊക്കെ ഒരുപാട് പേര് ഇതിന് തയ്യാറാണ് പണം കൊടുക്കാൻ. പക്ഷെ അത് വേണ്ട വിധത്തിൽ അവിടെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു സംഭവം തുടങ്ങുകയാണെങ്കിൽ അവർ വിശ്വസിച്ച് നമുക്കും അത്യാവശ്യം സഹായങ്ങൾ ചെയ്യാനായിട്ട് അവർ നമ്മളെ സഹായിക്കും. ഇപ്പൊ തന്നെ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ എന്താ പറയാതെ നിങ്ങളുടെ ക്യാരക്ടർ അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ്. അവരൊക്കെ ആയിട്ട് നമ്മൾ കൂടിച്ചേർന്നുകൊണ്ട് ഇത് കുറച്ചുകൂടി വിപുലമാക്കാനും ശ്രമിക്കും. അതുപോലെ തന്നെ ഇപ്പൊ മരുന്നുകളുടെ കാര്യം അറിയാം, ഭയങ്കര വിലയാണ്, പ്രത്യേകിച്ച് ക്യാൻസർ മരുന്നുകൾക്കൊക്കെ. സാധാരണക്കാരിലേക്ക് അതിന്റെ യഥാർത്ഥ വിലയിൽ മരുന്ന്, അതിന്റെ കൂടെ തന്നെ സാധാരണക്കാരിലേക്ക് ഞങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കുകയാണ്.